ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ഡേ 2 ഇൻ മയോർക്ക. ഇന്ന് ഞങ്ങൾ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മയോർക്കയിലെ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള 2 ചാമിങ് ഡെസ്റ്റിനേഷൻസ് ആണ്. ആദ്യം ഒരു പോർട്ട് ടൗൺ ആയ പോർട്ട് ഡി സോയർ, പിന്നെ സോയർ എന്ന ഒരു ബ്യൂട്ടിഫുൾ ടൗൺ. സ്പെയിനിലെ മയോർക്കയിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. സോ വെൽക്കം ടു അവർ വീഡിയോ. Good morning, day 2 in Mallorca. Tharati handing over. Hello. Good morning. It's day 2 in Mallorca. ഞങ്ങൾ ഇന്ന് കാലാഡിയോറിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു ബസ്സിൽ വേണം പോവാൻ. ഞങ്ങളതുകൊണ്ട് കുറച്ച് ലേറ്റായി. രാവിലെ ഒത്തിരി നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, ബട്ട് നടന്നില്ല. അപ്പോൾ ഒത്തിരി ലേറ്റായി. ഞങ്ങളപ്പോൾ ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കാലാഡിയോറിലോട്ടാണ്. അവിടെ ഒത്തിരി ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട്. നല്ല ബ്ലൂ ബീച്ചസ് ആണ് അവിടെ ഉള്ളതെല്ലാം. അപ്പോൾ ഞങ്ങളെല്ലാവരും അല്ല, ഞാനും അന്നും ബ്ലൂ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വലിയ വെയിൽ ഇതുവരെ ഇല്ല, ബട്ട് ലെറ്റ്സ് സീ, നോക്കാം. കുറച്ച് വെയിലുണ്ടെങ്കിലായിരിക്കും ഈ ബ്ലൂ സീക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഞങ്ങളിങ്ങനെ എല്ലാം പറക്കി കിട്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളും സ്വിം ഡ്രസ്സും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാലാഡിയോർ ഇന്ന് കാണാം. ഹലോ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പ്ലാൻ കുറച്ച് മാറിപ്പോയി. ഞങ്ങൾ ബസ് എടുത്തിട്ട് ഞങ്ങളിന്ന് കലാഡിയോറിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ബസ്സിന് പോയപ്പോഴത്തേക്കും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. ആ ബസ് അവിടെ പോയില്ല, ഈ ബസ് ഇവിടെ പോലെ. മൊത്തത്തിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങളുടെ കിളി പോയി. ടാക്സി നോക്കി, അതും കിട്ടിയില്ല. അങ്ങനെ അതും വരുന്നില്ലായിരുന്നു. സോ മൊത്തത്തിൽ നമ്മളങ്ങ് മടിച്ചു. പിന്നെ അനുവിനും കുറച്ച് ചെറിയ ചുമയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിന്നിവിടെ ഇവിടെ ഒരു പൂളുണ്ട് ഞങ്ങൾക്ക് അടുത്തായിട്ട്. അപ്പം അത് കാണിക്കാം. ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പോൾ പൂളുണ്ട്. അപ്പോൾ പൂളിൽ കളിച്ച് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ ബ്രഞ്ചായിട്ടൊന്ന് കുറച്ച് റാപ്പും അതൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിച്ചിട്ട് ഞങ്ങളിവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ടൗണൊക്കെ പോയി കണ്ടിട്ട് 2 ദിവസം കൂടെ ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ 3 ദിവസം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് 3 ദിവസം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആ പറഞ്ഞ ബീച്ച് ഒന്നുകൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുമായിരുന്നു. അത് കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പം നേരത്തെ എന്തെങ്കിലും ബുക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ പോകും. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ മാറ്റി വേറെ എവിടെയെങ്കിലും പോകും. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. സോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുവാണ്. നല്ല പൂൾ വൈബൊക്കെ എൻജോയ് ചെയ്ത്. നൈറ്റ് 6 മണിക്ക് ശേഷം ഇവിടെ പൂളില്ല. അല്ലായിരുന്നെങ്കിൽ നൈറ്റ് വന്നിട്ട് പൂളിലൊക്കെ ഇത് ചെയ്യാമായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ല. ഇവിടെ ശരിക്കും ഒരു ഗോവൻ വൈബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആയാൽ പിന്നെ ഫുൾ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ ഏർലി മോർണിംഗ് ഇതൊന്നുമില്ല. ഏർലി മോർണിംഗ് ഒരു 12 മണിയൊക്കെ ആകുമെന്ന് തോന്നുന്ന ആൾക്ക് 11 ആവും ആൾക്കാർക്കൊന്ന് തുടങ്ങി വരാൻ. കടയ്ക്ക് തന്നെ ഇന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുവാണ്. ഒന്നുമില്ല, പേരിന് തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ചില കടയൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരും ഈ ഒരു ബ്രഞ്ച് പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബ്രഞ്ച് കഴിച്ചിട്ട് ഇവിടുത്തെ വൈബിന് ഇങ്ങനെ തുടങ്ങാനായിട്ട് ഡേ തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾക്കും, അല്ലേ? അനുവിൻ്റെ ഒരു പൂൾ ബാത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഹൗ ഡു യു ഫീൽ നൗ അനു? ബെറ്റർ? ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അടിച്ച് അനുവിൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ സമ്മറിന് ബീച്ച് സൈഡ് വന്നിട്ട് അനുവിന് ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നില്ല. അനുവിന് സുഖമില്ലാത്തതുകൊണ്ട്. അത് മാത്രമാണ് അനുവിൻ്റെ ഒരു വിഷമം. So we can enjoy today like this.
ബീച്ചൊക്കെ ഭയങ്കര രസമാണ്. ആക്ച്വലി നല്ല വെയിലാണ്. നമ്മൾ പൊതുവേ നാട്ടിൽ നിന്നും വെയിലത്ത് ഇങ്ങനെ ബീച്ചിൽ നമ്മൾ പോകാറില്ല, ഇത്ര പൊരി വെയിലത്തൊന്നും. പക്ഷേ ഇവിടെ എല്ലാവരും വെയിൽ കൊള്ളാനാണ് വരുന്നത്. നമ്മൾ മാത്രമാണ് ഒരു സ്ത്രീ കുറച്ച് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ബീച്ചിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നത്. ബട്ട് ഇപ്പോൾ നമ്മളും അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഞങ്ങളും അതൊക്കെ ഫുള്ള് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിലിച്ചിരി കൊണ്ടാലും ടാനല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അന്നുവാണെങ്കിലും ഇപ്പം അങ്ങനെയാണ്. അവൾക്ക് ബീച്ച് ലേക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ സ്വിമ്മിങ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ ഇങ്ങനൊരു ബീച്ച് വൈബ് എപ്പോഴും എൻജോയ് ചെയ്യും. ഇപ്പോൾ അവരിതേ ഇവിടെ ഓടിസാറാനു ഓക്കെ ഗംബോ മെഷീൻ എന്തോ ഒരു ടോയോ എന്തോ കിട്ടും അല്ലേ? ടോയാണോ അത്? ഓക്കെ. സോ അങ്ങനെ കിട്ടും. നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ് ബീച്ചിൽ പോകാനായിട്ട്. വെയിലുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും പാമാണ്. എനിക്ക് ബേസിക്കലി പാം കാണുമ്പോൾ കുറേ ഒരു നൊസ്റ്റൊക്കെ അടിക്കും. പണ്ട് സൗദിയിലൊക്കെ ആയിരുന്നതിൻ്റെ തോന്നുന്നു, സൗദിയിലൊക്കെ പോയിട്ടുള്ളതിൻ്റെ ആയിരുന്നു. അപ്പം അതിൻ്റെ നൊസ്റ്റു അടിക്കും എപ്പോഴും. പാമും ഏതാണ്ട് ഒരു ബീച്ച് കളറൊക്കെയാണ് ഇവിടെയും ബിൽഡിങ്സൊക്കെ കാണാവോ. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റൊക്കെ വരാറുണ്ട്. രസമാണ് ഇങ്ങനെ ഒരു പാമൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരു വെയിലാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. തപ്പിച്ചേക്കാം. What do you got, Anu? Got this. Wow. You look cool and I wonder what is inside. Okay, അതിലെന്തോ ടോയ് ഉണ്ടോ അല്ലേ? I'm so excited. Something. What is You can open it. അങ്ങനെ ഇവിടെ നമുക്കങ്ങനെ ടാക്സിയും ബസ്സും എല്ലാം നോക്കിയിട്ട് ഫെയിലായതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ സോയറിലേക്ക് പോവുകയാണ്. സോയർ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഒത്തിരി ഇതുപോലെ തന്നെ കുറേ നല്ല ബീച്ചൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. സോയറിൽ വേറൊരു വഴി പോവാം. ഒരു വുഡൻ ട്രെയിനൊക്കെ ഉണ്ട്, ഒരു വിൻറ്റേജ് വുഡൻ ട്രെയിനിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അവിടെ. നമ്മളത് ചൂസ് ചെയ്തില്ല. നമുക്ക് ഇവിടെ നിന്ന് അല്ലാണ്ടൊരു ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. നോക്കാം അപ്പോൾ എങ്ങനെയാണ് സോയറെന്ന്. ഐ ആം സോ എക്സൈറ്റഡ് ആക്ച്വലി. ഈ കാണുന്നതാണ് പാമ കാത്തീഡ്രൽ. ശരിക്കും ഒരു ആർക്കിടെക്ചറൽ മാവൽ തന്നെയാണ് ഈ കാത്തീഡ്രൽ. സോയറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ കാത്തീഡ്രലിനടുത്തുള്ള ടൗൺ സ്ക്വയർ കൂടെ ഒന്ന് ക്വിക്ക്ലി എക്സ്പ്ലോർ ചെയ്തേക്കാം. ടൂറിസ്റ്റും കുട്ടികളും സ്ട്രീറ്റ് ആർട്ടിസ്റ്റും ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇവിടെ. കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി കിട്ടി. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇങ്ങനെയുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എസ്പെഷ്യലി സ്പെയിൻ, ഇറ്റലി, പാരീസിലൊക്കെ നമ്മുടെ വാല്യുബിൾസ് ഒക്കെ വളരെ നന്നായിട്ട് സൂക്ഷിക്കണം. നമ്മൾ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതുപോലൊരു ബാഡ് എക്സ്പീരിയൻസ് മുന്നേ ഉണ്ടായിട്ടുണ്ട്. സോ പ്ലീസ് ബി എക്സ്ട്രാ കെയർഫുൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോയറിലേക്ക് പോകുന്ന വിൻറ്റേജ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഇതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മളിതിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സിലാണ് പോർട്ട് ഡി സോയറിലേക്ക് പോകുന്നത്. ഒരു മക്കിയാറ്റോ കാരമലാറ്റോ വാങ്ങിച്ചേർത്തേ. And me. We have cocoa. Is it? What did you order? Chocolate and hot. സ്റ്റേഷനിലെത്തിയ ഒരു ബബിൾ ടീ ഒക്കെ വാങ്ങി ബസ് ടെർമിനലിലെത്തിയപ്പോഴാണ് ശരിക്കും സർപ്രൈസ്ഡ് ആയത്. ഇവിടുത്തെ ബസ്സസ് ഒക്കെ വേറെ ലെവലാണ്. ഫ്ലീ ബസ്സൊക്കെ പോലുള്ള ലോങ് ഡിസ്റ്റൻസ് സർവീസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ബസ്സസ്. മയോർക്കയുടെ പല ഭാഗത്തേക്കുള്ള ബസ്സസ് എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് ടൈമിന് സ്റ്റാർട്ടായി. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി. അങ്ങനെ നമ്മൾ പോർട്ട് ഡി സോയറിലെത്തിയിരിക്കുകയാണ്. ഇടയ്ക്കുള്ള സ്റ്റോറി ഒന്നും പറഞ്ഞില്ല. അതെന്താ സ്റ്റോറിയാ? നമ്മൾ വണ്ടി കയറിയത്. Is that a mermaid statue? Mama, Yeah. is that a mermaid statue?
ഹലോ. അല്ല വേണ്ട അല്ലേ, എപ്പോഴും എന്തിനാ ഹലോ. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് കയറി ഇവിടെ ഇറങ്ങി. ആക്ച്വലി നമ്മൾ വിചാരിച്ച പോലെ നോർമലി അല്ലായിരുന്നു, ഒരു ടൂറിസ്റ്റ് ബസ് ടൈപ്പ് ഓഫ് ഒരു ബസ്സായിരുന്നു അത്. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടാണ് കയറിയത്. അവിടെ അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴാണ് അണ്ടർഗ്രൗണ്ടിലാണ് ഒരു ഫുള്ള് ഇങ്ങനെ ലോങ് പോകുന്ന ബസ് സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ബസ് വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 204 പോർട്ട് ഡി സയോർ എന്തായിരുന്നു സോയർ സോറി. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 204 എടുത്തു. പോർട്ട് ഡി സോയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഉള്ള ബീച്ചിലേക്ക് അല്ലേ. ഇനി മുന്നേ സോയർ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട്. നമ്മളതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് പോയി അവിടേക്ക് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ പോർട്ട് ഡി സോയർ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം പോർട്ട് ഡി സോയർ പിന്നെ സോയർ. യാ ലഞ്ച് ദെൻ സോയർ നോക്കാം. എവിടെയാണെങ്കിലും നല്ല കടകളൊക്കെ കണ്ടാൽ ഒന്ന് കയറി നോക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. പ്ലായ ഡി പാമയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ക്യൂട്ട് ഷോപ്സ് ഒക്കെ കുറേ ഉണ്ട്. ആദ്യം കണ്ട കുറച്ച് കടകളിലൊക്കെ കയറി കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടേക്കാം. ഒരു തൊപ്പിയാണ്, ഒരു സാധനങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ കിട്ടി. പോർട്ട് ഡി സോയർ എന്നത് പേര് പോലെ തന്നെ ഒരു പോർട്ട് ടൗൺ ആണ്. ബോട്ട്സും യാട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണാം. ഒത്തിരി സ്പോർട്സ് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെയുണ്ട്. ആദ്യം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഒന്ന് തണുപ്പിക്കുക, കടലിലൊന്ന് കാല് നനയ്ക്കുക, പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ലോക്കൽ സ്പാനിഷ് ഫുഡ് കഴിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്ത് സോയറിലേക്ക് പോവുക. ഇതാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ പോർട്ട് ഡി സോയറിലെത്തി അല്ലേ. പോർട്ട് ഡി സോയർ. സോയർ സെപ്പറേറ്റ് ആണ്, ഇത് പോർട്ട് ഡി സോയർ ആണ്. എന്താണ് പേര്? ഇവിടെ പോർട്ടൊന്നും കാണുന്നില്ല. ഓ ഇതാണോ പോർട്ട്? ഇത് പോർട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രസമുണ്ട്. എല്ലാ ബീച്ചിലും കുറേ പാമ്പിൻ്റേതായിട്ടുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു റെഫറൻസ് ഉണ്ട്. Ice cream with a stick. I'm so excited to taste it. ആദ്യം തന്നെ ജലാറ്റോ കഴിക്കാം. സമ്മർ ആയ പിന്നെ യൂറോപ്പിലെ ജലാറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്സിൽ ഫുള്ള് തിരക്കാണ്. സോയർ ഏരിയയിലെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ വിൻറ്റേജ് ട്രാം സർവീസ്. സീ സൈഡിലൂടെ ഈ ട്രാം വരുന്നതും പോകുന്നതും കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്.
play in the beach for some time. അതെ, ഇനി കുറച്ചു നേരം കടലിൽ കളിക്കാം. മയോക്കിലെ ടോക്കീസ് ബ്ലൂ ബീച്ചസ് ഒക്കെ വേറെ ഏരിയയിലാണ്. അങ്ങോട്ടൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പോകുന്നുണ്ട്. ബട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് കാലം നനയ്ക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. വെള്ളത്തിൽ നിന്ന് കയറാത്ത കൊച്ചിന് അടുത്തത് ലഞ്ച്. സ്പെയിനിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ കഴിക്കാൻ വെച്ചിരുന്ന ഒരു പോപ്പുലർ ഡിഷാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഡിഷിൻ്റെ പേരാണ് പേയ. നമ്മുടെ നാട്ടിലെ ചട്ടിച്ചോറിൻ്റെയൊക്കെ ഒരു ഫീൽ വരുന്ന ഒരു ഡിഷാണിത്. Pepperoni. Yes. Pizza. What do you want? Spaghetti bolognese. Okay. ഇത് പല കോമ്പിനേഷനിലും ഇവിടെ കിട്ടും. ഈവൻ ബ്ലാക്ക് സ്ക്വിഡിങ്ങിൽ ഉണ്ടാക്കിയ പേയ വരെ ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റ്സിലും കിട്ടും. ഞങ്ങൾ അത്ര റിസ്ക് ഒന്നും എടുക്കാതെ ഒരു മിക്സഡ് പേ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട മറ്റൊരു ഫേമസ് ഐറ്റം ആണ് സാംഗ്രിയ. ഇതൊരു കോക്ടെയിലാണ്. Oh, thank you. Two small plates. Okay. Yeah, yes. Okay. Thank you. Take a video of me trying out this. Yeah. No. സൂപ്പറാണോ? സത്യത്തിൽ പേ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ നാട്ടിലെ ചട്ടിച്ചോറ് ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു കംഫർട്ട് ഫുഡ്. ഒരു പാനിൽ കുറച്ച് റൈസും മൈൽഡ് സ്പൈസസും കുറച്ച് സീ ഫുഡും ആയിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ പേയ. സീ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നമ്മൾ മലയാളികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ പേയ. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ചെറിയ പോർഷൻസിൽ വരുന്ന സൈഡ് ഡിഷസ്. ഇതിന് ടാപ്പാസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും മനസ്സും വയറും നിറച്ച് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ലഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി കുറച്ച് ഷോപ്പിംഗ് ആവാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ബീച്ച് തീം ബാഗ് വാങ്ങണം എന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു സ്വീറ്റ് ലേഡി നടത്തുന്ന ഒരു ക്യൂട്ട് ബൊട്ടിക്ക് ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ ഒരു നല്ല ബാഗ് കിട്ടി. കോട്ടൺ ആൻഡ് ലിനൻ ടോപ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസും ഇവിടെ മിക്ക ഷോപ്സിലും ഉണ്ട്. ബട്ട് ഞങ്ങൾ അടുത്ത ദിവസം ആൽക്കൂഡിയ എന്ന ഒരു ഓൾഡ് ടൗണിലെ വീക്ക്ലി മാർക്കറ്റ് കാണാൻ പോകുന്നുണ്ട്. സോ അവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു.
കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്പാനിഷ് പേ കഴിക്കണമെന്ന്. സോ പോർട്ടി സോയറിലെ ഒരു നല്ലൊരു സ്പാനിഷ് സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളത് കഴിച്ചു. ഇറ്റ് വാസ് റിയലി നൈസ്. ഞങ്ങളൊരു മിക്സഡ് പേ ആണ് കഴിച്ചത്, ലൈക്ക് വിത്ത് ചിക്കൻ, സ്പെയർ റിബ്സ് ആൻഡ് സീ ഫുഡ്. ഇറ്റ് വാസ് റിയലി അമേസിങ്. ഒരു നമ്മുടെ നാട്ടിലെ കറിച്ചട്ടിയുടെ ടെക്സ്ചറും ചട്ടിച്ചോറിൻ്റെ ടെക്സ്ചറും ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. അങ്ങനെ അതോടുകൂടി സീ ഫുഡ് കാറ്റഗറിയിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫേവറേറ്റ് ഫുഡ് പേ ആയിട്ട് മാറ്റി എഴുതപ്പെട്ടു. ഇവിടെ നിന്ന് എന്തെങ്കിലും സുവനീസും കൂടി വാങ്ങണം. അതിനും ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് വാങ്ങണമെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരവസ്ഥ. ഹലോ, ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ കുറച്ച് ഷോപ്സൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. നോർമലി പോകുന്ന ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല. ഒത്തിരി നമുക്ക് വാങ്ങാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ ട്രാമിലാണ് നമ്മളിങ്ങനെ പോകാൻ പോകുന്നത്. ആഗ്രഹമുള്ളതല്ലേ? ടിക്കറ്റ് നോക്കിയിട്ടില്ല, നോക്കണം. ആൻഡ് നമുക്കതിൽ പോകാനാണ് പ്ലാൻ എന്ന് പറയാം അല്ലേ? നമുക്കതിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് ഉണ്ട്, ഒത്തിരി ഏരിയ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ എന്നെ കൊണ്ട് അധികം സാധനങ്ങളൊന്നും നീ ഒന്നും എടുക്കണ്ട. ഞാൻ 2-3 ഡ്രസ്സ്, എനിക്ക് ടൈമും കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ അധികം ഞാൻ ഷോപ്പ് ചെയ്യാനും കുറച്ച് വർക്കുമായിട്ട് ബിസി ആയിരുന്നതുകൊണ്ട് ഷോപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല നാട്ടിൽ നിന്ന്, ലൈക്ക് ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ ആകെ ഒരു 2 ഡ്രസ്സും ഒരു ഷർട്ടും എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത്. വി ഹാവ് ടു ക്യാച്ച് ദ ട്രെയിൻ. അങ്ങനെ എടുത്തിട്ടാണ് വന്നപ്പോൾ ബാക്കി ഇവിടെ വന്ന് വാങ്ങാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ശരിക്കും കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ചിലതൊക്കെ റേറ്റ് കൂടുതൽ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് ഇവിടെ കുറേ ഉണ്ട്, ഒത്തിരി കളക്ഷൻ. കോട്ടണൊക്കെ കാണാൻ ഒരുപാട് പറ്റും. സാധാരണ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നമ്മളങ്ങനെ ഷോപ്പിങ്ങിനൊന്നും അധികം ഇങ്ങനെ നോക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങളും കയറി വുഡൻ ട്രെയിനിൽ, ഇവിടുത്തെ ഫേമസ്. സോ ഇവിടെ നിന്ന് പോർട്ടി സോയറിൽ നിന്ന് നമ്മൾ സോയറിലേക്ക് ഈ ട്രെയിനിലായിരിക്കും പോകുന്നത്. ആക്ച്വലി ഇതൊരു വുഡൻ ട്രെയിനാണെന്ന് കാണാൻ പറ്റും. ഇപ്പോഴും കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഓടുന്നുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കയറുന്നവരും ഉണ്ടാവും. ബേസിക്കലി ഇറ്റ്സ് റിയലി നൈസ്. അങ്ങനല്ല, ലൈക്ക് വന്ന ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ട്രാം റൈഡ്. ഇവിടെ കുറേ ഓൾഡ് ടൗൺസിലൂടെയും ഓറഞ്ച് ഫാംസിലൂടെയും ഒക്കെയുള്ള റൈഡ് ആക്ച്വലി നല്ല ഫണ്ണായിരുന്നു.
2 സർവീസസ് ആണ് ഈ ഒരു റൂട്ടിൽ റൺ ചെയ്യുന്നത്. പാമയിൽ നിന്ന് സോയർ ഓൾഡ് ടൗൺ വരെയും തിരിച്ചും ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. പിന്നെ സോയറിൽ നിന്ന് പോർട്ട് ഡി സോയർ വരെ ആൻഡ് ബാക്ക് ഈ ഒരു ട്രാം സർവീസ്. ഞങ്ങൾ ഈ ഒരു ചെറിയ സ്ട്രെച്ച് മാത്രമാണ് ഈ സർവീസ് എടുത്തത്. അങ്ങനെ ആടി ഒലഞ്ഞ് നമ്മുടെ വിൻറ്റേജ് ട്രെയിൻ സോയർ ടൗണിലെത്തി. ഇനി നമുക്ക് ഈ ചാമിങ് ഓൾഡ് ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മയോർക്ക വന്ന മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഓൾഡ് ടൗൺ ആണ് സോയർ. ഓൾഡ് ടൗൺ ചാമും പിന്നെ ഈ വിൻറ്റേജ് ട്രാമും ഹിസ്റ്റോറിക് ആർക്കിടെക്ചറും വെൽ പ്രിസർവ് സ്ട്രീറ്റ്സും ഒക്കെ നമ്മളെ ഇൻസ്റ്റൻ്റ്ലി ഇംപ്രസ് ചെയ്യും. മയോർക്കയുടെ നോർത്ത് വെസ്റ്റ് സൈഡിലാണ് ഈ ടൗൺ. ബീച്ച് ഏരിയാസ് ഒക്കെ പോയി മടുക്കുമ്പോൾ വരാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. സോയറും പോർട്ട് ഡി സോയറും കൂടെ ഒരു ഹാഫ് ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ബട്ട് ഈ വിൻറ്റേജ് ട്രെയിൻ സർവീസസ് യൂസ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു ഡേ വേണ്ടി വരും. ബിക്കോസ് അത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. സോയറിലെ മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു കത്തീഡ്രൽ. അതിന്റെ ഭംഗി ഇനി പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. സോയർ ടൗണിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ലോക്കൽ പ്രോഡക്ട്സും ആർട്സും ഒക്കെ വിൽക്കുന്ന ഒത്തിരി ഷോപ്സ് ഈ സ്ട്രീറ്റിലുണ്ട്. ഞങ്ങളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് ഈ ഒരു ബോർഡാണ്. നമ്മുടെ ക്രീം ബണ്ണ് പോലത്തെ ഇവിടുത്തെ ഒരു പോപ്പുലർ ഐറ്റം ആണിത്. എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. ബട്ട് മസ്റ്റ് ട്രൈ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. വലിയ ഫ്ലേവറൊന്നും ഇല്ലാത്ത ഒരു പേസ്ട്രി പോലത്തെ ഐറ്റം. എന്തായാലും സമ്മർ സീസണിൽ ഇതൊരാശ്വാസമായിരിക്കും. ഇവിടെ ഞങ്ങൾ ശരിക്കും ഇംപ്രസ് ചെയ്തത് ഇവിടുത്തെ ഈ ഒരു സോനി ഷോപ്പാണ്. സംഭവം ഇവിടുത്തെ മിക്ക ഷോപ്സിലും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അതെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതിയും ഡീസൻറ്റ് പ്രൈസിങ്ങും പിന്നെ നല്ല ഫ്രണ്ട്ലി കസ്റ്റമർ ഇൻട്രാക്ഷൻസും ഒക്കെ കാരണം ഞങ്ങളുടെ സോനി ഷോപ്പിംഗ് ഇവിടെ നിന്ന് തന്നെ ചെയ്തു. Daddy, you have €2? Yeah. Then can we build this? Yeah, wait.
ഏതെടുക്കുമെന്ന് കൺഫ്യൂഷൻ ആവുമെങ്കിലും നോക്കി നോക്കി എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മയോർക്കയിൽ വാങ്ങിയ ഐറ്റംസ് ഒക്കെ വെച്ച് ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. എനിവേസ്, ഹിയർ വി ഹാഡ് എ ഗ്രേറ്റ് ഷോപ്പിംഗ് ടൈം. സുവനീസ് വാങ്ങുന്നതിന്റെ കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി അല്ലേ? എങ്ങനെയുണ്ട് കട? നല്ല കട, അടിപൊളി കട. ഞാൻ അവരോട് പറഞ്ഞു നല്ല കടയാണ്. അവരൊന്ന് താങ്ക് യു പറഞ്ഞു. നല്ല കളക്ഷൻ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നൈറ്റായി. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇരുട്ടുന്നില്ലെന്നേ ഉള്ളൂ. സൺസെറ്റ് ടൈമിൽ ഈ ടൗണിലൂടെയൊക്കെ നടന്ന് ഞങ്ങൾ കുറേ കഴിഞ്ഞ് പാമയിലേക്ക് തിരിച്ചുപോയി. ഇതൊക്കെയാണ് ഡേ 2 ഇൻ മയോർക്കയിലെ വിശേഷങ്ങൾ. അടുത്ത ദിവസം മയോർക്കയിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.